ഇന്ന് ഡോക്ടർ അഞ്ജനയുടെയും ഡോക്ടർ അഖിലിൻ്റെയും വിവാഹമാണ്. അദ്ദേഹം സർവോദയ ട്രസ്റ്റ് അംഗമാണ്. അപ്പോൾ ഞങ്ങളൊരു വ്യത്യസ്തമായ രീതിയിൽ എല്ലാ കുടുംബങ്ങൾക്കും ഒരു പ്ലാവിൻ്റെ തൈ, വിയറ്റ്നാം എയർലി എന്ന് പറയുന്ന പ്ലാവിൻ്റെ തൈയും അതോടൊപ്പം തന്നെ മഹാത്മജിയുടെ സൂക്തങ്ങളും ഞങ്ങൾ ഓരോ കുടുംബത്തിനും നൽകുകയാണ്. വൃക്ഷത്തോടൊപ്പം മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം നമ്മുടെ നാടും പ്രദേശങ്ങളിലും വ്യാപരിക്കേണ്ടത് ഇന്നത്തെ തലമുറയുടെ ആവശ്യമാണ്. തീർച്ചയായും വ്യത്യസ്തമായ ഒരു കാഴ്ച. രാഹുൽ കെ വി ചേരുന്നുണ്ട് നമുക്കൊപ്പം. രാഹുൽ, സാധാരണഗതിയിൽ വിവാഹം നടത്തുമ്പോൾ ചിലവ് ചുരുക്കി വിവാഹം രജിസ്റ്റർ മാരേജ് ചെയ്യുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ അഗതി മന്ദിരങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരെ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിവാഹം കഴിക്കൽ രീതി. എന്തായാലും ഇത് അഞ്ജനയുടെയും അഖിലിന്റെയും തന്നെ ഐഡിയ ആയിരുന്നു. എന്താണ് ആ വിവാഹ വിശേഷങ്ങൾ, പറയൂ. ഗുഡ് ഈവനിങ്. കല്യാണം ഏതായാലും നമ്മുടെ പാങ്ങിനനുസരിച്ച് ആർഭാടമാക്കുന്നതും ഹിമ പറഞ്ഞതുപോലെ രജിസ്റ്റർ മാരേജ് അല്ലെങ്കിൽ പറഞ്ഞ വൃദ്ധസദനങ്ങളിലൊക്കെ പോയി ഭക്ഷണം നൽകുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതുപോലെ പ്ലാവിൻ തൈയും ഗാന്ധി സൂക്തങ്ങളടങ്ങിയ പുസ്തകവും നൽകിയ ഒരു വിവാഹ ചടങ്ങ് അതെനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നടക്കുന്ന ഒന്നാണെന്നാണ്. ഈ തൈകൾ നൽകിയിട്ടുള്ള കല്യാണം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം ഗാന്ധി സൂക്തവും അടങ്ങി എന്നതാണ്. വ്യത്യസ്തമാക്കുക എന്നതല്ല ഉദ്ദേശിച്ചത്, ഇതിലൂടെ വലിയൊരു സന്ദേശം നൽകുക എന്നതാണ്. ഏതായാലും കല്യാണം ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും മാത്രം ഐഡിയ അല്ല, ഇവരുടെ അച്ഛൻ സുരേഷ് ബാബു, ഡോക്ടർ സുരേഷ് ബാബു ബാലുശ്ശേരിയിലുള്ള ഈ ട്രസ്റ്റിൽ, നമ്മൾ പറഞ്ഞ സർവോദയ ട്രസ്റ്റിലെ അംഗമാണ്. ഗാന്ധി കൂട്ടായ്മയാണ്, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു കൂട്ടായ്മയാണ്. വയറ് വിശക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുക, അതുപോലെ പ്രകൃതി സംരക്ഷണത്തിലടക്കം പല കാര്യങ്ങളും ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ അംഗമായിട്ടുള്ള ഒരാളുടെ മകളുടെ കല്യാണം വരുന്ന സമയത്തും വലിയ സന്ദേശം, ഒരു മെസ്സേജ് തന്നെ കൊടുക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടി നടത്തിയതാണ്. കുറച്ച് 100 200 ഒന്നുമല്ല, 1000 ആളുകൾക്കാണ് പ്ലാവിൻ തൈയും ഗാന്ധി സൂക്തമടങ്ങിയ ഈ പുസ്തകവും നൽകിയതെന്നാണ്. ഇത് അവിടെ അവസാനിക്കുന്നത്, ഈ ഒരു ദിവസം മാത്രം അവസാനിക്കുന്നതല്ല, കൃത്യമായി അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യുന്ന ഒന്നുകൂടിയാണ് എന്നത് വളരെ മാതൃകാപരമാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് രാഹുൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ. വ്യത്യസ്തത എന്നതിലുപരിയായി വലിയൊരു സന്ദേശം നൽകുന്ന ഒരു വിവാഹം. എന്തായാലും അഖിലിനും അഞ്ജനയ്ക്കും എല്ലാവിധ ആശംസകളും. ശരി രാഹുൽ.